മനുഷ്യനായ ആദാമിൽ കൂടി പാപലോകത്തേക്ക് കടന്നു, അതിനെ മരണലോകത്തേക്ക് കടന്നു. ആദാമിന് ദൈവം നൽകിയിരുന്ന ഭൂമി എന്ത് ചെയ്തു? ആദാം നിമിത്തം പാപത്തിലകപ്പെട്ടു പോയ ആദാം നിമിത്തം എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടു. ഭൂമി ശാപത്തിക്ക് കീഴിലായതുകൊണ്ട് മുള്ളും പറക്കാരെ എല്ലാം കണ്ട് അതിൽ നിന്ന് മുളച്ച് വരുവാനൊക്കെ മടിയായി. ഭൂമി ശാപഗ്രസ്തമായി. ശാപഗ്രസ്തമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിളവ് വേണ്ടതുപോലെ ഇല്ല. നല്ല ഫലം കായ്ക്കാതെയായി. കളകളും നിറഞ്ഞു, മുള്ളുകൾ നിറഞ്ഞു, കയ്പേറിയ അനുഭവം നിറഞ്ഞു. ഭൂമിയുടെ കാലാവസ്ഥകൾ വളരെ ഹല്ലേലൂയ പ്രയാസകരമായി. അങ്ങനെ ശാപഗ്രസ്തമായ ഭൂമിയിലാണ് എന്തുണ്ടായത്? മഴയുണ്ടായത്. ശാപഗ്രസ്ത ഭൂമിയിലാണ് കഠിനമായ വരൾച്ച ഉണ്ടായത്. ശാപഗ്രസ്തമായ ഭൂമിയിലാണ് എന്തുണ്ടായത്? മുള്ളും പറക്കാരെയും ഉണ്ടായത്. ഭൂമിയിൽ ഇന്ന് കാണുന്ന എല്ലാ കഷ്ടപ്പാടുകളും ശാപഗ്രസ്തമായ ഭൂമിയിൽ നിന്ന് ഉണ്ടായതാണ്. അതെങ്ങനെയാണ്? ദൈവം ആദാമിന് കൊടുത്ത ഭൂമി എങ്ങനെയാണ്? അത് സ്വർഗം പോലെയായിരുന്നു. സ്വർഗതുല്യം എന്ന് പറയത്തക്ക നിലകളായിരുന്നു. വിഷമില്ലാത്ത കായകളായിരുന്നു. മാധുര്യമേറിയതും ഗുണം നിറഞ്ഞതും ആയ കായഫലങ്ങളായിരുന്നു. കേടും പാഴും ഒന്നുമില്ലാത്ത കായഫലങ്ങൾ നിറഞ്ഞതാണ്, ഗുണങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ ഭൂമി ശമിക്കപ്പെട്ടപ്പോൾ ഇന്നെന്തുണ്ട്? മുള്ളും പറക്കാരെയും അല്ലേ? ഇന്നെന്തുണ്ട്? ഭൂമിയിൽ വിഷം നിറഞ്ഞ കായകളുണ്ട്. നമുക്കറിയാം,
കഴിഞ്ഞ ദിവസം അത് എറണാകുളത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, ഒരു ഫ്ലൈറ്റ് കയറിയില്ല, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അകത്തേക്ക് കയറിയ ആ പെൺകുട്ടി ആ ചെക്കിങ് കഴിഞ്ഞ ശേഷമൊക്കെ എന്ത് ചെയ്തു, അവള് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ അവരതിന് കാരണം നോക്കി, അവരെ കൊണ്ടുപോയി ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അവൾക്ക് വൊമിറ്റിംഗ് ആയിരുന്നു. വൊമിറ്റിങ്ങിന് കാരണം എന്താണെന്ന് അവരെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് അവിടെ രാവിലെ കഴിച്ചിരുന്ന ഭക്ഷണം, അന്ന് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊന്നുമല്ല, അതിലൊന്നും വിഷാംശങ്ങളില്ല. പിന്നെ അവർ കഴിക്കാത്ത എന്തെങ്കിലും ഭക്ഷണങ്ങൾ അവർ കഴിച്ചിരുന്നോ അതും ഓർക്കുന്നില്ല. അങ്ങനെ യാതൊന്നും മനസ്സിലാകുന്നില്ല. ശരീരത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ല, ഭക്ഷണത്തിലുള്ള വിഷാംശമാണ് അവിടെ ബാധിച്ചിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ അവസാനം അവര് വളരെ വളരെ കഷ്ടപ്പെട്ട് അവർ ഓർമ്മിച്ചെടുക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവള് ആ ഫ്ലൈറ്റ് കയറുന്നതിന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങാണ്ട് അടുത്ത് നിന്നിരുന്നൊരു ചെടിയുടെ പൂവ് പറിച്ച് അവൾ അറിയാതെ തന്നെ കടിച്ചുപോയി. ആ ചെടിയുടെ പൂവിൽ നിന്ന് എന്തൊരു വിഷാംശം അവളുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറി. അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തൊരു അവള് ഛർദ്ദിക്കാൻ തുടങ്ങി. ആ വിഷം അതുകൊണ്ട് അവസാനിച്ചില്ല, അത് ശരീരത്തിൽ കലർന്നു, രക്തത്തിൽ കലർന്നു. അത് അവളെ മരണത്തിലേക്ക് കൊണ്ടുവരേണ്ടിയായി. ഭൂമിയിൽ ഇന്ന് അങ്ങനെ പല സസ്യങ്ങളുണ്ട്. മനുഷ്യൻ അറിയാവുന്നതും മനുഷ്യന് അറിയാൻ പാടില്ലാത്തതും, മനുഷ്യൻ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലായോ ആയ രീതിയിൽ മനുഷ്യൻ കഴിച്ച് അല്ലെങ്കിൽ മൃഗങ്ങളെ കഴിച്ച് മരിച്ചു പോകത്തക്ക നിലകളിൽ, മൃഗങ്ങളെ ചത്തുപോകത്തക്ക നിലകളിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ ഉണ്ട്. എന്നാൽ ഇതെല്ലാം എന്തുണ്ട്, ഇതൊന്നും മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടല്ല ദൈവം ഉണ്ടാക്കിയത്, അല്ലേ? മനുഷ്യ ജീവജാലങ്ങൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല. പക്ഷേ ഭൂമിയിൽ എന്തായി മാറി, ശാപഗ്രസ്തമായി മാറിയോടുകൂടി ഇതെല്ലാം ദോഷകരമായി തീരുവേണ്ടിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് ശാരീരികമായ മരണമാണ് സംഭവിച്ചത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെ ആ മേഖലയെ ഇവിടെ പെൺകുട്ടി കഴിച്ചത് ഒരു പൂവായിരുന്നെങ്കിൽ ഇതാ വൃക്ഷത്തിന്റെ ഫലം തന്നെ കഴിച്ച് ഹല്ലേലൂയ ഒരു കുടുംബം എന്തു മരിച്ചു പോകുന്നതിനിടയായി, അല്ലേ? ആ കുടുംബം മാത്രമാണോ, അവരുടെ തലമുറയായി ഏക മനുഷ്യൻ നിന്ന് സർവജാതി ഉളവായി സകല ജാതികളും ഒരു മരണത്തിന്റെ കീഴായി പോയി. ഒരു വിഷം അവരിലേക്കൂടെ പരന്നു. ഏത് വിഷമാണ്? ആത്മീയ വിഷമാണ്, പാപവിഷമാണ്, അല്ലേ? ആ പാപവിഷം പരന്ന് ലോകത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാം, നിത്യമരണത്തിന്റെ കീഴിലായിപ്പോയി നിത്യമരണത്തിലേക്ക് തള്ളപ്പെടുകയാണ്. കാരണം കണ്ടുപിടിക്കും. പാപമാകുന്ന വിഷത്തെ എങ്ങനെ നീക്കാൻ കഴിയും? ലോകത്തെ കൊണ്ട് കഴിയില്ല. ലോകത്തിലെ ശാരീരികമായ വിഷയത്തിൽ ഒരു പക്ഷേ വിടിയിക്കാൻ ചില സാധ്യതകൾ ലോകലോക്തന്മാർ കഴിഞ്ഞേക്കാം. പക്ഷേ പാപവിഷത്തെ നീക്കുവാൻ കഴിയുന്നത് ഒരു വഴി ലോകത്തെ ഡോക്ടർമാർക്ക് അറിയാതിരിക്കുമ്പോൾ ഒരു മഹാവൈദ്യൻ, മഹായായ ഡോക്ടർ, സർവലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനായ രക്ഷാകരനായ ഒരു മഹാവൈദ്യൻ മകൻ എന്തുണ്ട്, മനുഷ്യത്തെ പാപം നീക്കുവാൻ തന്റെ രക്തം തന്നെ മറുമറന്നായി നൽകുവാനിടയായി. ആർക്കാണ് ഈ യേശുവിന്റെ രക്തം കൊണ്ട് വിടുതൽ വേണ്ടത്? ഒന്ന്, പാപിയായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ അറിയാതിരിക്കുന്ന മനുഷ്യൻ, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ ദൈവത്തെ അറിയുമ്പോൾ പാപബോധം വരുമ്പോൾ അവൻ എന്തുണ്ട്, ഈ രക്തം കൊണ്ട് ഈ മരുന്ന് കൊണ്ട് അവൻ എന്തുണ്ട്, ഈ വിഷയത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും. രണ്ടാമത്, ഒരു മനുഷ്യനെ വിടുതൽ ലഭിക്കുന്നത് എന്തുണ്ട്, പാപത്തെ ഏറ്റവും ഉപേക്ഷിച്ച് ദൈവത്തിലായ മനുഷ്യൻ
താൻ അല്ലയ അബദ്ധവശാൽ താൻ പാപത്തിൽ അകപ്പെടുമ്പോൾ അവന്റെ മലിനതകളെ നീക്കുവാൻ ഹല്ലേലൂയ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.